തിരുവനന്തപുരം വെമ്പായത്തെ ബാറിലുണ്ടായ സംഘർഷത്തിലെ സാക്ഷി രതീഷ് കുമാർ ജീവനൊടുക്കി. കഴിഞ്ഞ ദിവസം രതീഷിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. 2 ദിവസമായി രതീഷ് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. ദേവൻ MP ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദേവൻ, സാക്ഷിയായതുകൊണ്ട് തന്നെ കടുത്ത സംഘർഷത്തിലായിരുന്നു എന്നുള്ള വിവരം ലഭ്യമാണ്. എന്തായാലും ഇദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടായിരുന്നോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത്? സോന, നിലവിൽ ഇത് സംബന്ധിച്ച് പോലീസ് വ്യക്തമാക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ രതീഷ് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തുക മാത്രമാണ് പോലീസ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ സംഭവത്തിന്റെ ദൃക്സാക്ഷി, ഈ സംഭവത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പോലീസിന് സാക്ഷിമൊഴികളുടെ വിസ്താരം അല്ലെങ്കിൽ സാക്ഷിമൊഴികൾ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രതീഷ് കുമാറിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ അത്തരത്തിലൊരു മൊഴി രേഖപ്പെടുത്തുക മാത്രമാണ് പോലീസ് ചെയ്തിട്ടുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും 2 ദിവസമായി രതീഷ് കുമാർ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും പറയുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നിപ്പോൾ വൈകുന്നേരത്തോടു കൂടി വീട്ടിനുള്ളിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ രതീഷ് കുമാറിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. നേരത്തെ തന്നെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ 2 പേരുടെ മരണം ഇതിനോടകം തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഈ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന അനീഷിന്റെ മരണമായിരുന്നു ഏറ്റവും ഒടുവിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം വെമ്പായത്തെ ഒരു റിസോർട്ട് ബാറിൽ വെച്ചിട്ട് ഈ പറയുന്ന പോലെ തന്നെ ഈ അനീഷ് കുമാർ അടക്കമുള്ള സംഘം ഉൾപ്പെടുന്ന ആളുകൾ തമ്മിൽ പരസ്പരം സംഘർഷം ഉണ്ടാവുകയും പിന്നീട് ഈ സംഘർഷം ഒരു പരിധി കടന്നുകൊണ്ട് ഈ പെട്രോൾ ഒഴിച്ചുകൊണ്ട് തീ കൊളുത്തുന്ന ഒരു തലത്തിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഗുരുതരമായി തിരുവനന്തപുരം വെമ്പായത്തെ ബാറിലുണ്ടായ സംഘർഷത്തിലെ സാക്ഷി ജീവനൊടുക്കി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ദേവനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.